Dear students, welcome to Learner's World. In this video, I'm going to talk about Model Question Paper Analysis 2025 FAUGP VSc Commerce and Management third semester Calicut University. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് VSc കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ തേർഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മാക്സിമം ടൈം 1.5 hours, മാക്സിമം മാർക്സ് 50. 3 സെക്ഷൻസ് ആയിട്ടാണ്. സെക്ഷൻ എ എന്ന് പറയുന്നത് 2 or 3 സെൻറ്റൻസസിന് എഴുതാനുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കാണ് ഓരോന്നിൽ കിട്ടുന്നത്. 16 ആണ് സീലിംഗ് ആയിട്ട് വരുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 100 വേർഡ്സിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത്. 24 ആണ് സീലിംഗ് ആയിട്ട് വരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. സെക്ഷൻ സി എന്ന് പറയുന്നത് ഒരു ലോങ് എസ്സേ ആണ്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ് കിട്ടുന്നത്. 200 വേർഡ്സിന് എഴുതാനുള്ള ലോങ് എസ്സേ ആണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് എഴുതാൻ മതി ആൻസർ. സെക്ഷൻ എ, each question carries 2 marks, total marks 16. What does Trust with Destiny mean? Trust with Destiny by ജവഹർലാൽ നെഹ്റു. ഈ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫ്രേസ് എന്താണ് അർത്ഥമാക്കുന്നത്? Trust with Destiny means a solemn appointment with fate. Jawaharlal Nehru used this phrase in his Independence Day speech to describe India's long-awaited moment of freedom after years of struggle under British rule. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു തൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലാണ്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സ്ട്രഗിളിന് ശേഷം ഇന്ത്യയുടെ ആ ഒരു ഫ്രീഡം, അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിനെ കാണിക്കാനാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഡസ് ഫ്രേസ് ചെയിൻസ് ഓഫ് പോവർട്ടി സിംബലൈസ് ഇൻ ഫ്രീഡം? ഫ്രീഡം ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഈ ഒരു വർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയിൻസ് ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേസ് എങ്ങനെയാണ് ഈ ഒരു വർക്കിൽ സിംബലൈസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് സിംബലൈസസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഒപ്രഷൻ ദാറ്റ് ഹോൾഡ്സ് പീപ്പിൾ ബാക്ക്, റെപ്രസെൻറ്റിംഗ് ദ നീഡ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം പോവർട്ടി, ഇൻഇക്വാലിറ്റി ആൻഡ് ഇഗ്നോറൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഒപ്രഷനെയാണ്, ആളുകളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഒപ്രഷനെയാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള പോവർട്ടിയിൽ നിന്ന്, ഇനിക്വാലിറ്റി, അസമത്വത്തിൽ നിന്ന്, ഇഗ്നോറൻസിൽ നിന്നൊക്കെ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു ഫ്രീഡം കിട്ടണം എന്നുള്ളതാണ് ഈ ഒരു ചെയിൻ ഓഫ് പോവർട്ടി സിംബലൈസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ സെൻട്രൽ തീം ഓഫ് യുവർ ടോക്സ് എപ്പിസോഡ് 5 വിത്ത് മിസ്റ്റർ ശിവകേര? എപ്പിസോഡ് 5 ആണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. അതിൻ്റെ തീം എന്താണ്, സെൻട്രൽ തീം എന്താണ്? യുവർ ടോക്സ് വിത്ത് മിസ്റ്റർ ശിവകേര. യുവർ ടോക്സ് വിത്ത് ശിവകേര എപ്പിസോഡ് 5 ഡിസ്കവർ യുവർ ഹിഡൻ ടാലൻറ്റ്. ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സെൻട്രൽ തീം ഈസ് അബൌട്ട് ഡിസ്കവറിങ് യുവർ niche, uncovering inner talents and building proficiency to transform them into a successful career. It encourages self-discovery and committed action toward personal growth. ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവിനെ കണ്ടെത്തുക, നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ കഴിവിനെ കണ്ടെത്തുക, എന്നിട്ട് അതൊരു കരിയർ, സക്സസ്ഫുൾ കരിയറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. സെൽഫ് ഡിസ്കവറി ആണ് ഈ ഒരു ഇതിൽ എൻകറേജ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ തീം ഓഫ് ദി നോവൽ ഗിഫ്റ്റ് ഇൻ ഗ്രീൻ? ഗിഫ്റ്റ് ഇൻ ഗ്രീൻ്റെ തീം എന്താണ്? എക്സെപ്റ്റ് ഫ്രം ഗിഫ്റ്റ് ഇൻ ഗ്രീൻ ചാപ്റ്റർ 2 ബൈ സാറ ജോസഫ്. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സെൻട്രൽ തീം ഇസ് ഇക്കോളജി ആൻഡ് ഇക്കോ ഫെമിനിസം, exploring the deep connection between the oppression of women and the degradation of nature. It also addresses the conflict between tradition and modernity and the importance of indigenous culture and an ethical approach to development. ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇക്കോളജി ആൻഡ് ഇക്കോ ഫെമിനിസം ആണ്. സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകളും അതുപോലെ നേച്ചറിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും കൂടി ഒരു കണക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും ഇതിൽ തീമായിട്ട് വരുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ വുമൺ ഇൻ ഷോർട്ട് ഫിലിം ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ ഓൺ ദെയർ വേ ടു വർക്ക്? ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിൽ സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവർ ജോലിക്ക് പോകുന്ന സമയത്ത്? ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ ബൈ അനുരാഗ് കശ്യപ്. ആ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വുമൺ ആർ സബ്ജക്റ്റഡ് ടു ഡെയിലി സ്ട്രീറ്റ് ഹരാസ്മെൻറ്റ് ആൻഡ് molestation by group of men. They initially feel helpless, but later as a group they decide to fight back and learn self-defense.
അതായത് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സമയത്ത് തുടക്കത്തിൽ അവർക്ക് സ്ട്രീറ്റുകളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ അവരെ ഹരാസ് ചെയ്തിരുന്നു, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹരാസ്മെൻറ്റ് നടത്തിയിരുന്നു, ഒരുപാട് മോശം കൊമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. അത് മൊളസ്റ്റേഷൻ മീൻസ് പീഡിപ്പിക്കുക, അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് അവർ ഗ്രൂപ്പായിട്ട് നിന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഡിഫൈൻ സെക്യുലാരിസം അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിളിൽ സെക്യുലാരിസത്തിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്യുലാരിസം മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ആൻഡ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻസ് ഈക്വലി എൻഷുറിങ് ഫ്രീഡം ഓഫ് ബിലീഫ് ആൻഡ് പ്രാക്ടീസ് ഫോർ എവരി സിറ്റിസൺ. സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേക ഒഫീഷ്യലായിട്ടുള്ളൊരു മതമില്ല, എല്ലാ മതത്തിനെയും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ള ഫ്രീഡം ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട് എല്ലാ സിറ്റിസൺസിനും. വൈ ഡസ് ഡി ചേഞ്ച് ഹർ നെയിം ഇൻ എവരിഡേ യൂസ്? എവരിഡേ യൂസ് ബൈ ആലിസ് വാക്കർ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ഡി തൻ്റെ നെയിം ചേഞ്ച് ചെയ്തത്? ഡി ചേഞ്ചസ് ഹർ നെയിം ടു വാങ്കരോ ലിവാനിക കെമൻജോ ടു റിജക്ട് ദ നെയിം ആൻഡ് കൾച്ചർ ഷീ ഫീൽസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹർ family's past and slavery, and to instead embrace what she considered her true African heritage. അവളുടെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള കാരണം അവളുടെ കൾച്ചറും ഇതുപോലെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേരും കൾച്ചറൊക്കെ അവളുടെ ഫാമിലിയുടെ പാസ്റ്റിനെയും സ്ലാബറിനെയും ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളത് റിജക്റ്റ് ചെയ്തത്. ആഫ്രിക്കൻ ഹെറിറ്റേജ് ആണ് അപ്പോൾ അവൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം ദ ഔൾ ആൻഡ് ദ ചിമ്പാൻസി? ദ ഔൾ ആൻഡ് ദ ചിമ്പാൻസി ബൈ ജോ കമാച്ചോ. അതിൻ്റെ തീം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. The poem explores the theme of struggle between the rational and emotional parts of the mind. The owl represents the sensible, rational part, and the chimpanzee represents the emotional, impulsive part, suggesting that rational thought should guide decisions. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് റാഷണൽ ആൻഡ് ഇമോഷണൽ പാർട്സ് ഓഫ് മൈൻഡിൻ്റെ സ്ട്രഗിൾസാണ് ഇതിൽ പറയുന്നത്. ഔൾ എന്ന് പറയുന്നത് വളരെ സെൻസിബിളായിട്ട് റാഷണലായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. ചിമ്പാൻസി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇമോഷണലായ സമയത്ത് തീരുമാനം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ റാഷണൽ തോട്ടാണ് നമ്മൾ നല്ല ചിന്തകളെ നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ചിപ്കോ മൂവ്മെൻറ്റ്? ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? എൻവയൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബുക്കിലുള്ള ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് വാസ് ദ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, സ്പെസിഫിക്കലി ബൈ പ്രിവെൻറ്റിംഗ് ദ ഫെല്ലിംഗ് ഓഫ് ട്രീസ് ബൈ കോൺട്രാക്ടേഴ്സ്. ദ വില്ലേജസ് യൂസ്ഡ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് പ്രൈമർലി ബൈ ഹഗ്ഗിങ് ദ ട്രീസ്. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് അവർ ഒരു നോൺ വയലൻറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റാണ് അവർ എടുത്തിട്ടുള്ളത്. അവിടുത്തെ വില്ലേജസൊക്കെ മരത്തിനെ ഹഗ് ചെയ്തിട്ടാണ് മരം മുറിക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തത്. വാട്ട് വാസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വാസ് എ ബ്രിട്ടീഷ് ലോ ദാറ്റ് ഗ്രാൻറ്റഡ് ലിമിറ്റഡ് സെൽഫ് ഗവൺമെൻറ് ടു ഇന്ത്യൻസ് ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യാസ് ഫെഡറൽ സ്ട്രക്ചർ. സെക്ഷൻ ബി ആണ് ആൻസർ. ഓൾ 6 marks ഈച്ച്. ഒരു 100 വേർഡ്സിനൊക്കെ എഴുതാനുള്ള ആൻസറാണ് ഇതിന് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് തോൺ ഇൻ ദ പോം ഇൻ ഏപ്രിൽ ബിനീത്ത് ദ സെൻറ്റർ തോൺ? അപ്പോൾ ഈ ഒരു കവിതയിൽ തോണിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രസക്തി എന്താണ്? The thorn acts as a powerful metaphor for the intertwined nature of beauty and pain, or suffering and hardship in life. Amidst the overall beauty and joy of spring, represented by the scented bloom, the thorn reminds the reader that elements of sorrow or difficulty can exist, capturing the complex mixed emotions of encounter in the natural world. അതായത് തോൺ ഒരു പവർഫുൾ മെറ്റഫർ ആയിട്ടാണ് ഇതിൽ നിലകൊള്ളുന്നത്. അതായത് നാച്ചുറൽ ബ്യൂട്ടിയും പെയിനും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സോറോ തമ്മിലുള്ളൊരു കണക്ഷനെയാണ് പറയുന്നത്. അതായത് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടെങ്കിലും അവിടെ പെയിൻ, സോറോ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹാർഡ്ഷിപ്പൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നെ കാണിക്കാനാണ് ഈ തോൺ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹൗ ക്യാൻ വി അപ്ലൈ ദ എസൻസ് ഓഫ് ദ സ്റ്റോറി ഗിഫ്റ്റ് ഇൻ ഗ്രീൻ ഇൻ അവർ ലിവ്സ്? ഗിഫ്റ്റ് ഇൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി അതിൽ ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. വി ക്യാൻ അപ്ലൈ ഇറ്റ്സ് മെസ്സേജ് ബൈ റെസ്പെക്റ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് നേച്ചർ ഇൻ ഡെയിലി ലൈഫ്. അതായത് നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അങ്ങനെ നമുക്കൊരു അത് അപ്ലൈ ചെയ്യാം. അവോയ്ഡിങ് ഗ്രേഡ് ഡ്രിവൺ ഡിസ്ട്രക്ഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ്.
അതായത് നമ്മുടെ അത്യാർത്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പരിസ്ഥിതിയെ നശിപ്പിക്കാതിരിക്കുക. പ്രാക്ടീസ് സസ്റ്റൈനബിൾ ലിവിങ് ലൈക്ക് സേവിങ് വാട്ടർ, അവോയ്ഡിങ് പ്ലാസ്റ്റിക്. അതായത് വെള്ളം സംരക്ഷിക്കുക, വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക് പരിസരത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാം. സപ്പോർട്ടിങ് കമ്മ്യൂണിറ്റി എഫേർട്സ് ഫോർ ഇക്കോളജിക്കൽ പ്രിസർവേഷൻ. അതായത് ജൈവവൈവിധ്യത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റി എഫേർട്ടിലൂടെ ജൈവവൈവിധ്യത്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ബഹുഗുണ എക്സ്പ്ലോർ ദ ടെൻഷൻ ബിറ്റ്വീൻ ലവ് ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്തിൻ ഫാമിലീസ്. എങ്ങനെയാണ് ബഹുഗുണ എക്സ്പ്ലോർ ചെയ്യുന്നത്? ഈ ഫാമിലിക്കകത്ത് ലവ് ആൻഡ് കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ്, ടെൻഷൻ അതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ്? Sundarlal Bahuna shows that love within families is often tested by social and environmental responsibilities. In his life and writings, he portrays how personal relationship can conflict with larger causes. A true love involves sacrifice for the greater good. He reveals the emotional struggle between affection and duty. Explain the concept of sisterhood or the bond among the women in the film That Day After Every Day. ആ ഒരു ഷോർട്ട് ഫിലിം That Day ആഫ്റ്റർ എവറി ഡേ, അനുരാഗ് കശ്യപിൻ്റെ ഷോർട്ട് ഫിലിമിൽ സിസ്റ്റർഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The film powerfully illustrates the concept of sisterhood as a mechanism for survival and collective resistance against misogyny and patriarchy. Initially isolated in their experiences of harassment at work and home, the three main women eventually break their silence and bond over their shared trauma. The sisterhood is not just emotional support, it becomes a strategic active force when they decide to learn self-defense together. Led by an older mentor figure, Didi, their collective act of fighting back against their harassers, the intruder symbolizes their reclamation of public space and agency. The bond allows them to transform from victims to empowered figures, sending a message that collective action is necessary to challenge deep-rooted societal violence. സിസ്റ്റർഹുഡ് ഇതിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഈ സ്ത്രീകൾ ഒറ്റയ്ക്കാണ് അവർ ഈ പാട്രിയാർക്കി, ഒരു പുരുഷാധിപത്യത്തിൽ നിന്ന് ഒരുപാട് ഓപ്പറേഷൻ നേരിട്ടിരുന്നത്. അതായത് ഫാമിലിയിൽ നിന്നായാലും പുറത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് സ്ട്രീറ്റിൽ നിന്ന് വരുന്ന ഹരാസ്മെൻറ്റ്, മൊളസ്റ്റേഷനൊക്കെ ഒറ്റക്കാണ് ഫേസ് ചെയ്തിരുന്നത്. പിന്നീടാണ് ഈ 3 സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതോടുകൂടിയാണ് അവർക്ക് അവരുടെ ലൈഫ് തിരിച്ച് കിട്ടിയത്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഈ 3 സ്ത്രീകൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്, ഒരു സിസ്റ്റർഹുഡ്, ഒരു ബോണ്ട് നമുക്കിതിൽ കാണാൻ കഴിയും. Why I Want a Wife portrays the struggles faced by women in both domestic and societal roles and lives. വൈ ഐ വാണ്ട് എ വൈഫ് ഈ ഒരു വർക്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഡൊമസ്റ്റിക് ആൻഡ് സൊസൈറ്റിയൽ റോൾസിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്കിൽ അത് ചിത്രീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജൂഡി ബ്രാഡി's satirical essay Why I Want a Wife uses an ironic tone to expose the unreasonable, overwhelming and often conflicting expectations placed on women in both domestic and societal spheres. The continuous repetition of I want a wife who will highlights the objectification of women, depicting the wife as a multifaceted, unpaid and selfless servant who must manage the home, cooking, cleaning, childcare, support her husband's career, be sexually available and maintain her own appearance and education, all without complaint or emotional need. This portrayal critiques the traditional gender roles that mandate women's primary existence is to serve the needs of a man, thereby showcasing the immense struggle and sacrifice inherent in their prescribed roles. The essay ultimately calls for a re-examination of these unfair societal and domestic responsibilities. വൈ ഐ വാണ്ട് എ വൈഫ് എന്നുള്ള ഈ ഒരു വർക്കിൽ ജൂഡി ബ്രാഡിയുടെ ഒരു സാറ്ററിക്കൽ എസ്സേയാണ്, ഒരു പരിഹാസ രൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതായത് സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജ് ഉണ്ട് സ്ത്രീക്ക്. സ്ത്രീയാണ് ഒരു മൾട്ടിഫെസറ്റഡ് ആണ്. അതായത് എല്ലാ ജോലിയും ഒരേ സമയം ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ടാണ് സമൂഹം സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് വീട്ടിലെ ജോലികൾ, വീട്ടിലെ ഹൗസ് ഹോൾഡ് ചോഴ്സ്, അതുപോലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം അവളുടെ കരിയർ, കുട്ടികളെ നോക്കുന്നത് ഒക്കെ സ്ത്രീകളാണ് ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടിയാണെന്നുള്ള ആ ഒരു സമൂഹത്തിലുള്ള ഒരു പ്രജുഡൈസ്, ആ ഒരു മുൻവിധിനെ പരിഹാസ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ് ഈ ഒരു വർക്കിലൂടെ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു വർക്കിൽ പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജിനെ പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വർക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. സെക്ഷൻ സി, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 200 വേർഡ്സ്, 10 മാർക്സ് ഈച്ച്. ലോങ്ങസ്റ്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 200 വേർഡ്സിനാണ് എഴുതേണ്ടത്, 10 മാർക്കാണ് കിട്ടുന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അനലൈസ് ദ സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ത്രൂ ദ സ്പീച്ച് ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ചിലൂടെ പാട്രിയോട്ടിസം, ദേശസ്നേഹം, ആ ഒരു സ്പിരിറ്റിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്പിരിറ്റ് ഓഫ് patriotism in Jawaharlal Nehru's famous Taste with Destiny speech is rooted not in narrow nationalism but in a vision of responsible, inclusive nation building. His patriotism is a blend of historic destiny and future duty. He acknowledges that Taste with Destiny, the fulfillment of India's long-held dream of freedom, which itself is an act of deep patriotic pride. However, he immediately tempered this celebration with the massive responsibility that freedom brought, the need to serve the millions suffering and to dedicate the nation to the ending of poverty, ignorance, disease, and inequality of opportunity. Therefore, his patriotism is best defined as a commitment to action, social justice, and the upliftment of the common citizen, urging Indians to live up to that high standard of a great and ancient country by creating a human, democratic, and truly inclusive nation. ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ചിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഒരു ഫ്രീഡം കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ സിറ്റിസണ് അതായത് അവർക്കൊരു ഫ്രീഡം കിട്ടുന്ന ആ ഒരു മൊമെൻറ്റാണ്. അതായത് അവർക്ക് പോവർട്ടിയിൽ നിന്നുള്ള, ഇഗ്നോറൻസിൽ നിന്നുള്ള, അതുപോലെ ഇനിക്വാലിറ്റിയിൽ നിന്നുള്ള ഒരു മോചനമാണ് ഇതിലൂടെ കിട്ടുന്നത്. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ മേജർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. നമുക്കിങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് പഠിക്കാൻ, മേജർ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ടാണ് എസ്സേ എഴുതേണ്ടത്. ചിപ്കോ മൂവ്മെൻറ്റ് ഉണ്ട്, സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്, ഒരുപാട് മൂവ്മെൻറ്റ് ഉണ്ട്. India has witnessed several powerful environmental movements led by ordinary people defending nature. The Chipko movement, 1970s in Uttarakhand, was led by villagers, especially women, who hugged trees to stop deforestation. ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1970s ഉത്തരാഖണ്ഡിൽ ആണ് ഇത് നടന്നിട്ടുള്ളത്. ഒരു നോൺ വയലൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. സ്ത്രീകളാണ് കൂടുതൽ ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. അവർ മരം മുറിക്കുന്നതിന് എതിരെ മരത്തെ ഹഗ് ചെയ്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത്. സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് ഇൻ കേരള 1978 prevented the destruction of tropical rainforest by opposing a hydro electric project. The Narmada Bachu Andolan 1980s protested against large dams that displaced tribal communities. The Apiko movement in Karnataka followed Chipko's model to protect the Western Ghats. In the Save Western Ghats movement, activists and locusts worked together for biodiversity conservation. These movements stressed the link between ecology and human survival. They showed that protecting nature is not just an environmental duty but a social and moral responsibility for all. താങ്ക് യു. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ